എല്ലാം നിയന്ത്രിക്കുന്ന, ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആളുകളായിട്ടാണ്. ഇപ്പോൾ മൊഹീദ്ദീൻ ഷേഖിനെ പറ്റി പറഞ്ഞതൊക്കെ അതിൽ കാണാം. ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോ, ഭൂമി ഉരുണ്ട പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നുവാണ്. ഇങ്ങനെയുള്ള കുറേ വാദങ്ങളും മറ്റുമൊക്കെ എന്ത് ചെയ്തു, അവർ പ്രചരിപ്പിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം, അഥവാ സമസ്തയെ എല്ലാ അർത്ഥത്തിലും സ്വീപ്പാക്കുന്ന അല്ലെങ്കിൽ വട്ടം കറക്കുന്ന അവരുടെ ഒരു നേതാവ്, അവർ പ്രചരിപ്പിക്കുന്ന അവരുടെ ലോകം നിയന്ത്രിക്കുന്ന അവരുടെ ഔലിയ സി എം മടവൂർ. ആ സി എം മടവൂരിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ രണ്ട് വിഭാഗവും ശരിക്കും എന്തായിട്ടുള്ളത്, വളരെ വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സി എം മടവൂരിനെ ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, കാന്തപുരം മുസ്ലിയാർ സൂറത്തു നാസിയാത്തിലെ ആയത്ത് പരസ്യമായി തന്നെ ദുർവ്യാഖ്യാനിച്ചു. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിനെ പരസ്യമായി ദുർവ്യാഖ്യാനിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പന്നെ സി എം സ്മരണിക, അദ്ദേഹം മരിച്ച ആ സന്ദർഭത്തിൽ ഇറക്കപ്പെട്ട സി എം സ്മരണിക, അതിൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്തായിട്ടുണ്ട്, ഈ സി എം മടവൂരിനെ ആ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി സി എസ് സ്മരണകളിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ പലയിടത്തും വായിച്ചതാണ്. കാരണം അള്ള കാണും പോലെ കാണുക, കേൾക്കും പോലെ കേൾക്കുക, ഇടപെടും പോലെ ഇടപെടുക. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് ഖുർആൻ ഗണ്ഡിതമായി പഠിപ്പിച്ച കാര്യം. എന്നിട്ട് അള്ളാഹുവിന് തുല്യനെ സമമായി തന്നെ എന്ത് ചെയ്യുക, ഇവരെ ഔലിയാക്കളെയും ഇവരുടെ മശായിഹന്മാരെയൊക്കെ എത്തിക്കുന്ന അവസ്ഥയ്ക്കെത്തി. അവസാനം ഇത് എവിടെ എത്തിച്ചാൽ പടച്ചോൻ ആണ് സി എം മടവൂർ. പറഞ്ഞ് പടച്ചോനാണ് സി എം മടവൂർ. വിമാനങ്ങൾ നിയന്ത്രിക്കും, ട്രെയിന് നിയന്ത്രിക്കും, ബ്രേക്ക് പോയ വാഹനം നിയന്ത്രിക്കും. ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് അതിര് വിട്ട് അവസാനം അള്ളാഹുവിനെ ഇനി എവിടെയാണ് ഇവർക്ക് ആവശ്യം എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയ്ക്ക് എന്ത് ചെയ്തു, ഈ മുസ്ലിയാക്കന്മാർ കാരണം, പുരോഹിതന്മാർ കാരണം സമസ്ത എത്തിയിട്ടുണ്ട്.